ഷഫീഖ് നസ്രുള്ള തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷഫീഖ്, ഈ പരിശോധനയുടെ സാങ്കേതിക വശങ്ങൾ കൂടി ഒന്ന് വിശദീകരിക്കാമോ? ഇതെങ്ങനെയാണ് മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യമുണ്ടോ എന്നെങ്ങനെയാണ് അറിയാൻ കഴിയുക? മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന വസ്തുക്കളെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന അത്യാധുനിക ഉപകരണമാണ്, നിരീക്ഷണോപകരണമാണ് ഈ ഐബോർഡ് സാങ്കേതിക വിദ്യ. ഈ AI സാങ്കേതിക വിദ്യ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ നിരീക്ഷണോപകരണം പ്രവർത്തിക്കുക. ഡ്രോൺ മാതൃകയിലുള്ളതാണ്. ഈ ഡ്രോൺ മാതൃകയിലുള്ളത് കൊണ്ട് തന്നെ പുഴയുടെ മുകളിലൂടെ നിരീക്ഷണം നടത്താൻ കഴിയും. കരയിൽ ഒരുക്കിയ കൺട്രോൾ റൂമിലിരിക്കുന്ന മോണിറ്ററിലാണ് അതിൻ്റെ ദൃശ്യങ്ങളും അതിൻ്റെ സിഗ്നലുകളും ലഭിക്കുക. അപ്പോൾ കൂടുതൽ ആധുനികമായി നിരീക്ഷണം നടത്താൻ കഴിയുന്ന ഒരു ഉപകരണമാണ് ഇത്. ഇതിൽ പല സ്ഥലത്തും ഇതിൻ്റെ ദുരന്തബാധിത മേഖലകളിൽ ഇത് പ്രയോജനപ്പെടുത്തിയിരുന്നു. അവിടെ മണ്ണിൽ പൂണ്ടുകിടക്കുന്ന വാഹനങ്ങളെയും മനുഷ്യ ശരീരവും കണ്ടെത്താൻ ഇത് പ്രയോജനപ്പെട്ടു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അത്രയധികം ദുരന്ത മേഖലകളിൽ പ്രയോജനപ്പെടാവുന്ന ഒരു ഉപകരണം. ആ ഉപകരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ AI സാങ്കേതിക വിദ്യ അടക്കം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ്. അത്യാധുനിക സംവിധാനങ്ങളുള്ള നിരീക്ഷണ ഉപകരണം. അതിൽ 70 മീറ്റർ താഴ്ച വരെ വെള്ളത്തിനകത്ത് ഉള്ള വസ്തുക്കളെയോ മനുഷ്യ ശരീരത്തെയോ കണ്ടെത്താൻ ആവും എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 70 മീറ്റർ താഴ്ചയിൽ ഉള്ള വസ്തുക്കളെ കണ്ടെത്താൻ, അതിനെ അടയാളപ്പെടുത്താൻ, അതിൻ്റെ രൂപം കാണാൻ, അതിൻ്റെ ഘടന മനസ്സിലാക്കാൻ ഈ ഉപകരണത്തിന് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ 20 മീറ്റർ ചെളിയിൽ പുതഞ്ഞ വാഹനത്തെയും കണ്ടെത്താൻ അതിന് കഴിയും എന്നതാണ് മറ്റൊരു പ്രത്യേകത. അങ്ങനെയാണെങ്കിൽ 70 മീറ്റർ വെള്ളത്തിലും 20 മീറ്റർ ചെളിയിലും മണ്ണിലും പുതഞ്ഞ ഒരു വസ്തുക്കളെ, മനുഷ്യ ശരീരത്തെ, വാഹനങ്ങളെ കണ്ടെത്താൻ കഴിയുന്ന ഒരു അത്യാധുനിക നിരീക്ഷണ ഉപകരണമാണ്, ഡ്രോൺ മാതൃകയിലുള്ള ഉപകരണമാണ് ഈ ഐബോർഡ് നിരീക്ഷണ ഉപകരണം. അതിൻ്റെ പ്രവർത്തനമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. റിട്ടയർഡ് മേജർ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലാണ് അത് പ്രവർത്തിപ്പിക്കുന്നത്. അവരുടെ സാങ്കേതിക വിദഗ്ധർ സ്ഥലത്തുണ്ട്. വിദഗ്ധ സംഘം തന്നെയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അവരുടെ സിഗ്നലിന് വേണ്ടിയാണ് ഇപ്പോൾ മറ്റെല്ലാ തെരച്ചിൽ സംവിധാനങ്ങളും മറ്റെല്ലാ ഏജൻസികളും കാത്തിരിക്കുന്നത്. നേവിയുടെ സംഘത്തിന് ഈ സിഗ്നൽ ഐബോർഡിൽ നിന്ന് ലഭിക്കുന്ന സിഗ്നൽ നേരത്തെ സൂചിപ്പിച്ചതനുസരിച്ച് ഏറ്റവും കൃത്യമായ ഒരു പോയിന്റ്, ഈ വാഹനം നിൽക്കുന്ന കേന്ദ്രം, പ്രദേശം ഏറ്റവും കൃത്യമായി അടയാളപ്പെടുത്താനാവും. അതിൻ്റെ ഘടനയറിയാൻ കഴിയും. അത് ഏത് സ്വഭാവത്തിലാണ് അവിടെ വീണ് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ക്യാബിനകത്ത് മനുഷ്യനുണ്ടോ എന്നത് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ ഏറ്റവും തിരച്ചിൽ നടത്തുന്നതിന് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സംവിധാനമാണ് ഈ ഐബോർഡ് നിരീക്ഷണ ഉപകരണം. ഷഫീഖ് നസ്രുള്ളയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും അർജുനെ കണ്ടെത്താനായി പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഐബോർഡ് പരിശോധന തുടങ്ങിയിരിക്കുന്നു. ലോറിയുടെ സ്ഥാനവും കിടപ്പും മനസ്സിലാക്കുന്നതിനാണ് ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ടോ എന്നാണ് ആദ്യം പരിശോധിക്കുക. ഇന്ന് 10ാം ദിവസമാണ് രക്ഷാപ്രവർത്തനം. ഏറ്റവും ആശ്വാസകരമായ വാർത്ത, ഈ നിമിഷം കാലാവസ്ഥ അനുകൂലമാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയ്ക്കൊക്കെ ഇത് ഏറെ പരമാവധി യന്ത്ര സംവിധാനങ്ങളെ നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയുന്നുണ്ട്. അനുകൂലമായ കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലപ്പോഴും രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും തടസ്സം സൃഷ്ടിച്ചത് മോശം കാലാവസ്ഥയായിരുന്നു. പക്ഷേ ഇന്ന് അനുകൂലമായ കാലാവസ്ഥ എന്നാണ് ഷഫീഖ് നസ്രുള്ള റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്കോലയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇന്ന് 10ാം ദിനമാണ്. അർജുനെ കണ്ടെത്താൻ നാവികസേനയുടെ ഡീപ്പ് ഡൈവേഴ്സ് എത്തിയിരുന്നു. ഡിങ്കി ബോട്ടുകൾ ഉപയോഗിച്ച് നാവികസേനാംഗങ്ങൾ സ്ഥലത്ത് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ലോറിയുടെ സ്ഥാനവും കിടപ്പും മനസ്സിലാക്കുന്നതിന് ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ടോ എന്നാണ് ആദ്യം പരിശോധിക്കുക. വിവരങ്ങൾ നൽകാൻ ഷഫീഖ് നസ്രുള്ള തുടരുന്നുണ്ട്. ഷഫീഖ്, തെരച്ചിൽ എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഐബോർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രോൺ പരിശോധന തുടരുകയാണ്. അതിൽ നിന്ന് ലഭിക്കുന്ന സിഗ്നൽ അനുസരിച്ചുകൊണ്ടുള്ള പരിശോധനയാവും ഇനി നടക്കുക. അതോടൊപ്പം തന്നെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയും പുരോഗമിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേവിയുടെ മുങ്ങൽ വിദഗ്ധർ നേരത്തെ തന്നെ അവിടെയുള്ള ഒഴുക്കും ദിശയും മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള പരീക്ഷണം നടത്തിയിരുന്നു, അത് പരിശോധിച്ചിരുന്നു. ഇനി നേവിയുടെ മുങ്ങൽ സംഘം ആ ഭാഗങ്ങളിൽ മുങ്ങി പരിശോധിച്ച് വാഹനത്തിൻ്റെ
അടുത്തെത്താനുള്ള വഴി തേടുകയാണ്. അതിന് ഈ വാഹനം കൃത്യമായി എവിടെയാണ് ഉള്ളത് എന്നതിനെക്കുറിച്ചുള്ള ഒരു സൂചന വേണം. നമുക്ക് നേരത്തെ കിട്ടിയ ചില സിഗ്നലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു പ്രദേശം ഒരു പ്രത്യേകമായൊരു സ്ഥലം അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ആ അടയാളപ്പെടുത്തിയ പ്രദേശത്തിൻ്റെ കൃത്യമായ എക്സാക്റ്റ് ലൊക്കേഷൻ നമുക്ക് കൃത്യമായി കിട്ടണം. ആ എക്സാക്റ്റ് ലൊക്കേഷൻ തരാൻ മാത്രം ശേഷിയുള്ളതാണ് ഈ ഐബോർഡ് ഡ്രോൺ സംവിധാനം എന്നാണ് മനസ്സിലാവുന്നത്. ഈ ഐബോർഡ് ഡ്രോൺ നൽകുന്ന സിഗ്നൽ അനുസരിച്ച് കൃത്യമായി അത് എവിടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെയായിരിക്കും പിന്നീട് ഈ നാവികസേനയുടെ തെരച്ചിൽ നടക്കുക. നാവികസേന എല്ലാം സജ്ജമായി അവിടെയുണ്ട്. നേരത്തെ അടിയൊഴുക്കൊക്കെ പരിശോധിച്ചിരുന്നു. ഏത് വേഗതയിൽ ഏത് ദിശയിലേക്കാണ് ഒഴുകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. ഏത് പ്രതികൂല സാഹചര്യത്തിലും അവിടെ മുങ്ങി പരിശോധന നടത്തും എന്നതാണ് നേവിയിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന സൂചനകൾ. പക്ഷേ കാലാവസ്ഥ ഇപ്പോൾ കുറച്ച് സമയമായി അനുകൂലമാണ്. മഴ പെയ്തിട്ടില്ല, കാറ്റ് ഒഴിഞ്ഞ സമയമാണ്. അതോടൊപ്പം തന്നെ ഈ മഴയില്ലെങ്കിൽ നീരൊഴുക്ക് കുറയുന്നുണ്ട്. നീരൊഴുക്ക് കുറയുമ്പോൾ പുഴയിലെ ഒഴുക്കും കുറയുന്നു. അടിയൊഴുക്കും അതിശക്തമായ അടിയൊഴുക്കാണ്. ഇതേ കാലാവസ്ഥ നിലനിൽക്കുകയാണെങ്കിൽ, കുറച്ചധികം സമയം ഇതേ കാലാവസ്ഥ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ കാര്യങ്ങൾ നടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ ഐബോർഡ് ഡ്രോൺ പരിശോധനയ്ക്കും മഴ തടസ്സമാവും. പക്ഷേ ഇപ്പോൾ മഴ ഇല്ലാത്ത സമയത്താണ് അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് കൃത്യമായ ചില സിഗ്നലുകൾ ലഭിക്കും എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ ഇതുവരെയായും അത്തരം സിഗ്നലുകളെക്കുറിച്ചോ മറ്റോ നമുക്ക് വ്യക്തമായൊരു സൂചനകൾ ലഭിച്ചിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ വിവരം ഔദ്യോഗികമായി നമ്മളോട് പങ്കുവെക്കും. അതിലൊരു സ്ഥിരീകരണം ഉണ്ടാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.